മന്ത്രി കെ.സി. ജോസഫിന് ഹൈക്കോടതിയുടെ വിമർശനം. ഖേദം പ്രകടിപ്പിക്കാൻ മന്ത്രി കുട്ടിയല്ലെന്ന് കോടതി. ജഡ്ജിക്കെതിരായ പരാമർശത്തിൽ ഈ മാസം 29-ന് കെ.സി. ജോസഫ് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. നിയമസഭ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് മന്ത്രി സത്യവാങ്മൂലം നൽകിയിരുന്നു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി കെ.സി. ജോസഫ് ക്രിമിനൽ കോടതിയെ ലക്ഷ്യം കാട്ടിയതായി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. കുറ്റപത്രം നൽകുന്നതിന് മന്ത്രി കെ.സി. ജോസഫിനോട് ഇന്ന് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. നിയമസഭയുള്ളതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നറിയിച്ച് മന്ത്രി കെ.സി. ജോസഫ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ജഡ്ജിക്കെതിരായ പരാമർശത്തിൽ നിരുപാധികം മാപ്പ് പ്രകടിപ്പിക്കുന്നതായി സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിയ പിഴവാണെന്നും തെറ്റു മനസ്സിലായപ്പോൾ പോസ്റ്റ് പിൻവലിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിടുകയും പിൻവലിക്കുകയും ചെയ്യാൻ ഇത് കുട്ടിക്കളിയല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. സത്യവാങ്മൂലം പിന്നീട് പരിശോധിക്കുമെന്നറിയിച്ച കോടതി ഈ മാസം 29-ന് കെ.സി. ജോസഫിനോട് നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചു. കെ.സി. ജോസഫിന്റെ സത്യവാങ്മൂലത്തിൽ പരാതിക്കാരനായ ശിവൻകുട്ടി എം.എൽ.എയോട് നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. കേസിൽ അമിക്കസ് ക്യൂറിയായി നിയമിച്ച മുതിർന്ന അഭിഭാഷകൻ പി.ബി. കൃഷ്ണന്റെ സഹായവും കോടതി തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി കെ ബാബുവിന് നോട്ടീസ്. അഡ്വക്കേറ്റ് ജനറലാണ് നോട്ടീസ് നൽകിയത്. അധ്യാപക പാക്കേജ് സ്റ്റേക്കെതിരായ പരാമർശങ്ങളാണ് കേസിന് ആധാരം. റേഷൻ ഡിപ്പോ അനുവദിക്കാൻ 25 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെട്ടതിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരായ കേസ് പിൻവലിക്കാനുള്ള നീക്കം പൊളിഞ്ഞു. കേസ് എഴുതിത്തള്ളണമെന്ന തീരുമാനം വിജിലൻസ് ഡയറക്ടർ തള്ളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടൂർ പ്രകാശ് വിചാരണ നേരിടണം എന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു. അടൂർ പ്രകാശ് ഭക്ഷ്യമന്ത്രിയായിരുന്ന 2004-2005 കാലഘട്ടത്തിൽ റേഷൻ ഡിപ്പോ അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോട ചോദിച്ചുവെന്നാണ് കേസ്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാവായിരുന്ന N.K. അബ്ദുറഹ്മാനോടാണ് മന്ത്രി അടൂർ പ്രകാശ് കോഴ ചോദിച്ചത്. മുക്കം ഓമശ്ശേരിയിൽ റേഷൻ ഡിപ്പോ തുടങ്ങാനായി 2005 ഡിസംബർ 3-ന് തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ചും ഡിസംബർ 5-ന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ചുമാണ് അടൂർ പ്രകാശ് കോഴ ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PC സജിത്രൻ എന്നയാൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സ്വകാര്യ അന്യായം സമർപ്പിച്ചതിനെ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച് 2011 ഫെബ്രുവരിയിൽ കോടതിയിൽ കുറ്റപത്രം നൽകി. ഈ ഘട്ടത്തിൽ പരാതിക്കാരൻ മൊഴിമാറ്റിയെന്നും അതിനാൽ തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചു. തുടരന്വേഷണ ഘട്ടത്തിലും പരാതിക്കാരായ അബ്ദുറഹ്മാനും സജിത്രനും മൊഴിമാറ്റി. ഇതേ തുടർന്നാണ് മന്ത്രിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ തള്ളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടൂർ പ്രകാശ് വിചാരണ നേരിടണമെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നിലപാട്. ഇതോടെ റേഷൻ ഡിപ്പോ കോഴക്കേസ് എഴുതിത്തള്ളി അടൂർ പ്രകാശിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. JNU വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത്. അതേസമയം വിദ്യാർത്ഥികളും അധ്യാപകരും സർവകലാശാലയിൽ സംയുക്തമായി പഠിപ്പ് മുടക്കി സമരം ചെയ്തു. അതേസമയം അഫ്സൽ ഗുരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ SR ഗിലാനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണ്. JNU വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യവുമായി അധ്യാപക സംഘടനകളും രംഗത്തെത്തി. കനയ്യകുമാറിനെ വിട്ടയക്കുന്നതുവരെ പഠിപ്പ് മുടക്കി സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ദില്ലിയിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും JNU അറസ്റ്റ് വിഷയമായി. യോഗത്തിൽ പങ്കെടുത്ത CPIM ലോക്സഭാ നേതാവ് P. കരുണാകരൻ അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് കോൺഗ്രസും RJDയും JDUവും നിലപാടെടുത്തു. ബഡ്ജറ്റ് സമ്മേളനം സുഗമമായി നടക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ടു. അതേസമയം അഫ്സൽ ഗുരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ SAR ഗീലാനിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഈ മാസം 10-ന് ദില്ലി പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച അഫ്സൽ ഗുരു അനുസ്മരണത്തിന് പിന്നിൽ ഗീലാനിയാണെന്നാണ് പോലീസ് ആരോപണം. യോഗത്തിനിടയ്ക്ക് ഇവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതായും പോലീസ് പറയുന്നുണ്ട്. JNU വിഷയത്തിൽ ദേശീയ തീവ്രവാദ വിരുദ്ധ സേന അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച സ്വകാര്യ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പട്യാല ഹൗസ് കോടതിയിൽ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകർ സുപ്രീം കോടതിയിലേക്ക് മാർച്ച് നടത്തി. ജോലി ചെയ്യാനുള്ള സംരക്ഷണം സുപ്രീം കോടതി നൽകണമെന്ന് മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടു. കേരളത്തിലെയും ദില്ലിയിലെയും പത്രപ്രവർത്തക യൂണിയനുകളും മുതിർന്ന മാധ്യമപ്രവർത്തകരും മാർച്ചിൽ അണിനിരന്നു. അതേസമയം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും.
डेमोक्रेसी जिंदाबाद 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 കൈരളി TV റിപ്പോർട്ടർ മനുശങ്കർ, ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ സാവിത്രി തുടങ്ങി നിരവധി മാധ്യമപ്രവർത്തകരെ പട്യാല കോടതിയിൽ BJP അനുകൂല അഭിഭാഷകരും ഗുണ്ടകളും ക്രൂരമായി ആക്രമിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ദില്ലിയിലെ ദൃശ്യ പത്രമാധ്യമങ്ങളിലെ ജേർണലിസ്റ്റുകൾ സുപ്രീം കോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. രാജീവ് സർദേശായി, ബർഖ ദത്ത് തുടങ്ങി മുതിർന്ന മാധ്യമപ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. कोई रिपोर्टर अपना काम कर रहा हो और वकील उनको पकड़ के मारे और उनको अपनी नेशनलिज्म प्रूव करने के लिए एक तरह से उन पर दबाव डालें. वी आर ऑल प्राउड इंडियंस. हमें किसी से पेट्रियोटिज्म की सर्टिफिकेट की जरूरत नहीं है. കോടതികളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള സംരക്ഷണം സുപ്രീം കോടതി നൽകണമെന്ന് മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനത്തിനെത്തിയ ജേർണലിസ്റ്റുകൾ ആവശ്യങ്ങൾ സുപ്രീം കോടതിക്ക് എഴുതി നൽകി. കേരള പത്രപ്രവർത്തക യൂണിയൻ, ദില്ലി പത്രപ്രവർത്തക യൂണിയൻ എന്നിവരും മാർച്ചിൽ അണിനിരന്നു. സുപ്രീം കോടതിയിലേക്ക് നടന്ന മാർച്ചിന് മുമ്പായി കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധ യോഗം ചേർന്നു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിഷേധ പരിപാടിയെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിച്ച അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ് ഇപ്പോൾ രാജ്യത്ത് സംഭവിക്കുന്നതെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. മാധ്യമപ്രവർത്തകന്മാർക്ക് സ്വൈര്യമായി പ്രവർത്തനം നടത്താനുള്ള അവകാശം ചെയ്തു കൊടുക്കണം, സൗകര്യം ചെയ്തു കൊടുക്കണം. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. അതിനെതിരായി നടത്തുന്ന ഈ സമരം ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകന്മാരെയും ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. CPMൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സമരത്തിന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പട്യാല സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷക ഇന്ദിര ജയ്സ്വാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചു. നാളെ ഹർജി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹെല്ലിയുടെ മൊഴിക്കെതിരെ ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാർ. ഇസ്രത് ജഹാൻ സംഭവം വ്യാജ ഏറ്റുമുട്ടൽ തന്നെ. ഹെല്ലിയുടെ മൊഴി BJPയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഹെല്ലി ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഡബിൾ ഏജന്റെന്നും RB ശ്രീകുമാർ പീപ്പിൾ TVയോട് പ്രതികരിച്ചു. BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ കൊല്ലപ്പെട്ട ആ സ്ത്രീയെയും മലയാളിയായ പ്രാണേഷ് കുമാർ പിള്ളയെ പറ്റിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ വെച്ച് മനസ്സിലാക്കിയിടത്തോളം ഇത് അമേരിക്കൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം ഈ ഹെഡ്ലി ഒരുപക്ഷെ ഒരു ഡബിൾ ഏജൻ്റ് ആയിരിക്കാം. അമേരിക്കൻ CIA ഹെഡ്ലിയെ ലഷ്കർ എ തയ്യബയുടെ ഓർഗനൈസേഷനിൽ അയച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് വിന്നോവർ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ ചോർത്തുകയായിരിക്കാം. അത് അതുകൊണ്ടാണ് ഇത് ലഷ്കർ എ തയ്യബ അറിയുകയും അയാൾക്ക് നിൽക്കക്കള്ളി ഇരിക്കാതെ വരികയും ചെയ്തപ്പോൾ അയാൾ അമേരിക്കൻ ഗവൺമെൻറ്റിനോട് സറണ്ടർ ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നണിക്കൊപ്പമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP മുന്നണിയിൽ BDJS മത്സരിക്കാനില്ലെന്നും തെരഞ്ഞെടുപ്പിൽ താനും തുഷാറും മത്സരിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ദോഷം ചെയ്യുന്നില്ല. ഇതുവരെ ഒരു പാർട്ടിയായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ BJP നേതൃത്വമായിട്ട് ഞങ്ങൾ പല കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. രഹസ്യമായിട്ട് വേറെ ചില പാർട്ടികളുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ട് BJPയായിട്ട് ചർച്ച ചെയ്ത് ശരിയാണ്. രഹസ്യമായിട്ട് വേറെ പല പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്ത് അത് ഞങ്ങൾ പറയത്തില്ല. അത് ഈ പാർട്ടി ഉണ്ടായി കഴിയുമ്പോൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പലരുമായിട്ടും ചർച്ച ഉണ്ടാകുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പോയ ചർച്ചയിലുണ്ടായത് പാർട്ടി ഉണ്ടാക്കുന്ന ചർച്ച ആയിരുന്നില്ല. കേരളത്തിനെതിരെ BJP ദേശീയ ഘടകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ പ്രത്യേക ഒബ്സർവറെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതി നൽകിയത്. കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. നിലവിൽ കേരളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ഇത് പരിശോധിക്കാൻ പ്രത്യേക ഒബ്സർവറെ കേരളത്തിൽ നിയോഗിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ അക്രമം നടക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ടെന്നും BJP ആരോപിക്കുന്നു. അതിനാൽ കേന്ദ്രസേനയെ നിയോഗിക്കണം. പശ്ചിമ ബംഗാളിലും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെടുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി ദില്ലിയിൽ തിരിച്ചെത്തിയ കമ്മീഷൻ ഇപ്പോൾ വോട്ടെടുപ്പ് തീയതി നിശ്ചയിക്കേണ്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കേരളം നൽകിയ നിർദ്ദേശങ്ങൾ തള്ളാനിടയായത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2014 ഉമ്മൻ വി ഉമ്മൻ നൽകിയ റിപ്പോർട്ടിലെ സാങ്കേതികമായ പിഴവുകളും അവയിൽ നിന്നും ആരംഭിച്ച തിരിച്ചടികളും തുടരുകയാണ്. കേരളം നൽകിയ റിപ്പോർട്ടിലെ സാങ്കേതിക പിഴവുകൾ സംബന്ധിച്ച് ഇടതുപക്ഷ എംപിമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത്തരം മുന്നറിയിപ്പുകളൊന്നും ചെവികൊള്ളാതെ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് മലയോര ജനതയെ വഞ്ചിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുന്ന വിധം ഇടപെടാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംഘപരിവാർ തേർവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ നടത്താൻ LDF തീരുമാനം. ഈ മാസം 19 മുതൽ 26 വരെയാണ് മണ്ഡലാടിസ്ഥാനത്തിൽ കൂട്ടായ്മ നടത്തുകയെന്ന് വൈക്കം വിശ്വൻ അറിയിച്ചു. BJP വർഗീയത വ്യാപിപ്പിക്കുന്നുവെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. CPIM പൊളിറ്റ് ബ്യൂറോ യോഗം ആരംഭിച്ചു. നിലവിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ യോഗം വിലയിരുത്തും. നാളെയും മറ്റന്നാളും കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും ചേരും. ക്രമസമാധാന തകർച്ചയ്ക്കും പോലീസ് അനാസ്ഥയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗുണ്ടാ സംഘങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് രാജേഷ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ച ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് A. റഹീം, സെക്രട്ടറി I. സാജു തുടങ്ങിയവരും പങ്കെടുത്തു. KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ തുടർവാദം വേണ്ടെന്ന് വിജിലൻസ് കോടതിയിൽ. തീരുമാനമെടുക്കാൻ കേസ് മാർച്ച് 5 മാറ്റി. സർക്കാർ എന്തിനാണ് ഭയക്കുന്നതെന്ന് VSന്റെ അഭിഭാഷകൻ ചോദിച്ചു. ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് CDGP ആക്കിയത് മാണിയെ രക്ഷിക്കാനെന്ന് ലോയേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. KM മാണിയെ കുറ്റവിമുക്തനാക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ തുടർവാദം വേണ്ടെന്ന നിലപാടാണ് വിജിലൻസ് കോടതിയിൽ സ്വീകരിച്ചത്. തുടരന്വേഷണ റിപ്പോർട്ടിൽ കോടതിക്ക് തീരുമാനമെടുക്കാം. തുടർവാദത്തെ ഭയപ്പെടുന്നത് എന്തിനാണെന്ന മറുചോദ്യം VSന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. അഴിമതി സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്. സത്യം പുറത്തു വരുന്നതിനെ വിജിലൻസ് ഭയക്കുന്നു. തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പൊളിറ്റീഷ്യൻസ് പബ്ലിക് മെൻ ചെയ്യുന്ന കറപ്ഷൻ ഒരു ഒഫൻസ് അഗൈൻസ്റ്റ് സൊസൈറ്റിയാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളിന് വന്ന് അദ്ദേഹത്തിന് അതിനെതിരായിട്ട് അനുകൂലമായിട്ട് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയെല്ലാം ഇംപ്ലീഡ്മെൻറ്റ് അനുവദിച്ചത്. 3 DGPമാർ ഉണ്ടായിരിക്കെ ADGP റാങ്കിലുള്ള ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിയോഗിച്ചത് സർക്കാരിന് അനുകൂലമായ റിപ്പോർട്ട് നൽകാനാണെന്ന് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. കേസിൽ വാദം കേൾക്കണമോ എന്നത് മാർച്ച് 5 കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കമ്മീഷനെ ആക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും നിർവീര്യമാക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സോളാർ കമ്മീഷനെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനായിരുന്നു പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ അഭിഭാഷകരും ചേർന്ന് സോളാർ കമ്മീഷനെതിരെ പൊതുജനമധ്യത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അതിരുവിട്ട ആക്ഷേപങ്ങളും വിരട്ടലുകളും നടത്തുന്നു. ഇത് കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. കമ്മീഷനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട മാത്യു ടി തോമസ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ചുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. കമ്മീഷന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കമ്മീഷന് തന്നെ അധികാരമുണ്ടെന്നും അതിനാൽ അടിയന്തര പ്രമേയ അനുമതി നിഷേധിക്കുകയാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. എന്നാൽ കമ്മീഷനെ കുറിച്ചല്ല നോട്ടീസ് നൽകിയത്, മറിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ കമ്മീഷനെതിരായി നടത്തിയ വില കുറഞ്ഞ പരാമർശം അതാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് മാത്യു ടി തോമസ് ആവശ്യപ്പെട്ടു. സഭയിൽ നോട്ടീസ് അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് മീഡിയ റൂമിൽ മാത്യു ടി തോമസ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു. പക്ഷേ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിക്കില്ലെന്ന കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. തുടർന്ന് സ്പീക്കർ സഭ താൽക്കാലികമായി നിർത്തി. 50 മിനിറ്റിനു ശേഷം സ്പീക്കർ സഭ പുനരാരംഭിച്ചപ്പോൾ C. ദിവാകരൻ വീണ്ടും അടിയന്തര പ്രമേയ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചു. അടിയന്തര പ്രമേയം നിഷേധിച്ച് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സ്പീക്കർ ലംഘിക്കുകയാണെന്നും ഭരണപക്ഷത്തിന് സ്പീക്കർ കൂട്ടുനിൽക്കുകയാണെന്നും പറഞ്ഞ് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിക്കുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെക്കേ ഇന്ത്യയിലെ പ്രധാന ലൈഫ് സ്റ്റൈൽ മാഗസിനായ വിറ്റ്സിന്റെ കേരള പതിപ്പ് പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ പ്രകാശനം നിർവഹിച്ചു. വിഗാർഡ് MD മിഥുൻ ചിറ്റിലപ്പള്ളി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. നടി മഞ്ജു വാര്യർ, ചീമാട്ടി ഉടമ ബീന കണ്ണൻ,
റിഡ്സ് എഡിറ്ററും പബ്ലിഷറുമായ അരുണ ആർ കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ ബോബി ചെമ്മന്നൂർ നിധി ലിമിറ്റഡിന്റെ ആദ്യ ശാഖ കുന്നംകുളത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ മറ്റ് സ്ഥാപനങ്ങളിലേതുപോലെ ലാഭത്തിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ചെയർമാൻ ബോബി ചെമ്മന്നൂർ അധ്യക്ഷ പ്രസംഗത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ കൗൺസിലർ നിഷ ജയേഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി കെ എം അബൂബക്കർ, വി കെ ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ICLന്റെ ആലപ്പുഴ ബ്രാഞ്ച് ഉദ്ഘാടനം സിനിമാ താരം മുകേഷ് നിർവഹിച്ചു. ICL MDയും സിഇഒയുമായ KG അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. ICL ജനറൽ മാനേജർ ഉമാ അനിൽകുമാർ, ചെയർമാൻ KK വിൻസെന്റ് തുടങ്ങിയവർക്കൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.